ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കൊല്ലം ജില്ലയുടെ അടിസ്ഥാന വിവരങ്ങളുടെ പാർട്ട് 1 ആണ്. പാർട്ട് 2 ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുത്തു തരാം. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തിരുവനന്തപുരം ജില്ലയെപ്പറ്റി ഒരു 5 വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അത് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോകൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കൊല്ലം ജില്ല രൂപീകൃതമായത് 1949 ജൂലൈ 1-നാണ്. കൊല്ലം ജില്ലയുടെ മൊത്തം വിസ്തീർണം 2491 കിലോമീറ്റർ സ്ക്വയർ ആണ്. കേരളത്തിലെ ജില്ലകളിൽ വിസ്തീർണത്തിൽ കൊല്ലത്തിൻ്റെ സ്ഥാനം 6 കൊല്ലം ജില്ലയുടെ ജനസംഖ്യ 26,29,703. കേരളത്തിലെ ജില്ലകളിൽ ജനസംഖ്യയിൽ 7-ാം സ്ഥാനത്താണ് കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിലെ പുരുഷന്മാരുടെ എണ്ണം 12,46,968. കൊല്ലം ജില്ലയിലെ സ്ത്രീകളുടെ എണ്ണം 13,88,407. കൊല്ലം ജില്ലയിലെ ഗ്രാമീണ മേഖലയിലെ ജനസംഖ്യ 14,48,217. ഗ്രാമീണ മേഖലയിലെ പുരുഷന്മാരുടെ എണ്ണം 6,80,687. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ എണ്ണം 7,67,530. കൊല്ലം ജില്ലയിലെ നഗരമേഖലയിലെ ജനസംഖ്യ 11,87,158. നഗരമേഖലയിലെ പുരുഷന്മാരുടെ എണ്ണം 5,66,281. നഗരമേഖലയിലെ സ്ത്രീകളുടെ എണ്ണം 6,20,877. കൊല്ലം ജില്ലയിലെ സ്ത്രീ പുരുഷ അനുപാതം 1113. സ്ത്രീ പുരുഷ അനുപാതത്തിൽ കേരളത്തിലെ ജില്ലകളിൽ 3-ാം സ്ഥാനം കൊല്ലത്തിനാണ്. ഗ്രാമീണ മേഖലയിലെ സ്ത്രീ പുരുഷ അനുപാതം 1096/1000 ആണ്. നഗരമേഖലയിലെ സ്ത്രീ പുരുഷ അനുപാതം 1728/1000 ആണ്. കൊല്ലം ജില്ലയിലെ ജനസാന്ദ്രത 1056/1000 ആണ്. കേരളത്തിലെ ജില്ലകളിൽ ജനസാന്ദ്രതയിൽ കൊല്ലത്തിൻ്റെ സ്ഥാനം 6. കൊല്ലം ജില്ലയുടെ സാക്ഷരതാ നിരക്ക് 94.09%. കൊല്ലം ജില്ലയിലെ പുരുഷ സാക്ഷരതാ നിരക്ക് 96.09%. കൊല്ലം ജില്ലയിലെ സ്ത്രീ സാക്ഷരതാ നിരക്ക് 92.31%. കൊല്ലം ജില്ലയിൽ ഹിന്ദുക്കൾ 64.42% ആണുള്ളത്. മുസ്ലിങ്ങൾ 19.30%. ക്രിസ്ത്യാനികൾ 16%
കൊല്ലം ജില്ലയിൽ ഉള്ളത്. എൻ്റെ വീഡിയോകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വണക്കം.